ഹലോ, സുഖമാണ് എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇത്ര സന്തോഷത്തോടെ നിൽക്കുന്നത് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. ഏകദേശം 6.5 മണിക്കൂറിലധികം യാത്രയുണ്ട് കേട്ടോ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആദ്യം തന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോഴാട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അധികം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല എന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ബ്ലോക്ക് ആയിരുന്നു. ഒരു 24 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂറിലധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കെങ്കേരി കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി ഒന്ന് മര്യാദയ്ക്ക് മൂവായി തുടങ്ങിയത്. ലഞ്ച് കഴിക്കാതെ ആട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് വിശക്കുന്നതുകൊണ്ട് തന്നെ കട തപ്പി നടക്കാനുള്ള ഒരു ക്ഷമ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് കദംബ റെസ്റ്റോറന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതലൊന്നും ആലോചിക്കാതെ ഞങ്ങൾ 3 പേർക്ക് വേണ്ടിയിട്ട് മീൽസ് തന്നെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഒരുപാട് വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മീൽസ് ആണ്. ഇലയൊന്ന് ആത്മാർത്ഥമായി കഴുകിയതാട്ടോ. നന്നായിട്ട് ഒരു സൈഡ് അങ്ങ് കീറിപ്പോയി. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഇലയിൽ തന്നെ ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം അവര് ബോളിയും പപ്പടവും ഒക്കെ ആട്ടോ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. നല്ല നെയ്യ് ഒഴിച്ചിട്ടുള്ള ബോളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഈ സദ്യ കഴിക്കുന്നതിന് ഒരു രീതി ഉണ്ടെന്നാ തോന്നുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കൊണ്ടുവെക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായി കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ പപ്പടം കൊണ്ടുവന്നതിന് ശേഷം ചമ്മന്തി, അച്ചാറ്, ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൂരി, പപ്പടം, പൂരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കറി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലെമൺ റൈസ്, പിന്നെ എന്തോ സാലഡ്, പായസം, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ തീരുമ്പം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇടയിൽ ബജ്ജി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലെമൺ റൈസ്, പിന്നെ വേറെ എന്തോ ഒരു റൈസ്, പിന്നെ ലാസ്റ്റ് സാമ്പാറും ചോറും. ഇതിന്റെ കൂടെ നമുക്ക് തൈര് വേണേ തൈര് കൊണ്ടുത്തരും. അങ്ങനെയുള്ള എന്തൊക്കെയോ കഴിക്കാനുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് മീട്ടാപ്പാനും പഴവും ഐസ്ക്രീമും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമും പഴവും കൂടെ കഴിച്ച് ഇന്നത്തെ ഉച്ചക്കത്തെ ചോറിനൽ കലാപരിപാടികൾ അങ്ങനെ അവസാനിപ്പിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുക കേട്ടോ. അയ്യോ, ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. ഈ ഒരു മീലിന് 275 രൂപയാട്ടോ ആവുന്നത്. വീട്ടിൽ നിന്നാണെങ്കിൽ വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല കാറ്റും മഴയൊക്കെയാണ് നാട്ടിൽ. അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിച്ചിട്ട് വരാനെന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്കാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ വരെ അങ്ങനെ കാര്യമായിട്ടുള്ള മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മൈസൂരിന് ശേഷം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ രാത്രിയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പേടിയുള്ള ആളാട്ടോ. കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് വലിയ കാടുണ്ട്. അപ്പൊ കാടിന്റെ സൈഡിലായിട്ട് ആനേനെയൊക്കെ കാണാറുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പേടിയാണ് ഈ ആനേനെയൊക്കെ കാണുന്നത്. ആനക്കാട് മാത്രമല്ല കേട്ടോ, നല്ല വലിയ ചുരമുണ്ട്. ചുരത്തിന്റെ അവിടേക്ക് എത്തുമ്പോൾ നല്ല മഴയാണെങ്കിൽ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാട്ടോ. അത്യാവശ്യം നല്ല ഫോഗും ഉണ്ടാവും. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ പിന്നെ മൈസൂരൊക്കെ കഴിഞ്ഞ് വിരാജ്പേട്ടയ്ക്ക് എത്താറായപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 9:30 ആയപ്പോഴത്തേനും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ചെന്നപ്പോഴത്തേനും കറണ്ട് ഉണ്ടായിരുന്നില്ല. കാറ്റും മഴയും കാരണം മരം ഒടിഞ്ഞു വീണിട്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. മഴക്കാലമായ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി കറണ്ടിന്റെ കാര്യം നോക്കണ്ട. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കുറെ മാങ്ങാപ്പഴം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടില്. അങ്ങനെ മാങ്ങാപ്പഴമൊക്കെ മുറിച്ച് തന്നു. മാങ്ങാപ്പഴമൊക്കെ കഴിച്ചു. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്കപ്പം വീട്ടിലെ കൂടുതൽ വിശേഷമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.